മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് അന്തിമ രൂപമായിരിക്കുന്നു. അവസാന നിമിഷവും മാറിമറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷും റോജി എം ജോണും കെ തുളസിയും പട്ടികയിൽ ഇടം നേടി. മന്ത്രിപദത്തിലേക്ക് അവസാന ഘട്ടത്തിലും ഉയർന്നുകേട്ട MLA-മാരായ ചാണ്ടി ഉമ്മൻ, വി ടി ബൽറാം, IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത് എന്നിവർ പട്ടികയ്ക്ക് പുറത്തായി. അനൂപ് ജേക്കബിനെ ഉൾപ്പെടുത്തിയപ്പോൾ മാണി സി കാപ്പൻ പട്ടികയിൽ ഉൾപ്പെട്ടില്ല. എന്നാൽ ചില വ്യവസ്ഥകളുണ്ടെന്നും അത് പിന്നീട് അറിയിക്കാമെന്നും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ K മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ CP ജോൺ, ശ്രീ AP അനിൽകുമാർ, ശ്രീ N ഷംസുദ്ദീൻ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ റോജി എം ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ M ലിജു, ശ്രീ KM ഷാജി, ശ്രീ PK ബഷീർ, ശ്രീ VE അബ്ദുൽ ഗഫൂർ, ശ്രീ T സിദ്ദിഖ്, ശ്രീമതി KA തുളസി. സ്ഥാനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ ഒ ജെ ജനീഷ്. സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ, ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തും. അതേസമയം മന്ത്രിസഭയിൽ KC വേണുഗോപാൽ പക്ഷം പിടിമുറുക്കിയിരിക്കുകയാണ്. 12 കോൺഗ്രസ് മന്ത്രിമാരിൽ 8 പേരും KC പക്ഷക്കാരാണ്. രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും തഴഞ്ഞു. വി ഡി സതീശൻ എന്ന ഞാൻ നാളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കുന്നത്. സമ്പൂർണ്ണ മന്ത്രിസഭയായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുക. UDF-ന്റെ ഭാഗമായി ഇത്തരത്തിലൊരു സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് 60 വർഷത്തിന് ശേഷമാണ്. അത്തരത്തിൽ അതും ഒരു ചരിത്രമായി മാറുകയാണ്. വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അവസാന വട്ടവും ചർച്ചകൾ നടന്നു. അതിനൊടുവിൽ പുതിയ ചില പേരുകൾ കൂടി ആ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. ഇപ്പോൾ പൂർണ്ണ മന്ത്രിസഭ അത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത്. അദ്ദേഹം തുടർച്ചയായി പറവൂരിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. 2001 മുതൽ അദ്ദേഹം പറവൂരിൽ നിന്ന നിയമസഭയിൽ അംഗമായ വ്യക്തിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടി അദ്ദേഹം വരികയാണ്. NSUവിന്റെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയും DCC മുൻ സെക്രട്ടറിയുമാണ്. MG യൂണിവേഴ്സിറ്റി മുൻ യൂണിവേഴ്സിറ്റി ചെയർമാനുമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ KSUവിലാണ് അദ്ദേഹം സംഘടനാ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മന്ത്രിസഭയിൽ ലീഗ് പ്രതിനിധിയായി എത്തുന്നു. ഭരണ പരിചയമുള്ള വ്യക്തിയാണ്. ലീഗിന്റെ സമുന്നത നേതാവാണ്. 9ാം തവണയാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത്. 5 തവണ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായി, 2 തവണ അദ്ദേഹം ലോക്സഭയിലും അംഗമായിരുന്നു. അങ്ങനെ ഭരണപരിചയമുള്ള വ്യക്തിയാണ്. പാർലമെന്ററി രംഗത്ത് ദീർഘകാലമായി നിൽക്കുന്ന വ്യക്തിയാണ്. ലീഗിന്റെ സമുന്നത നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിൽ അംഗമാകുന്നു. ഇത്തവണയും അദ്ദേഹത്തിന് വ്യവസായ വകുപ്പൊപ്പം IT-യുടെയും ചുമതലയുണ്ടാകുമെന്ന് കരുതാം. നേരത്തെയും അദ്ദേഹം ഈ വകുപ്പുകൾ തന്നെ UDF മന്ത്രിസഭകളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. MSF-ലൂടെ രാഷ്ട്രീയത്തിലെത്തി. മലപ്പുറം നഗരസഭ മുൻ ചെയർമാനുമായും പ്രവർത്തിച്ച PK കുഞ്ഞാലിക്കുട്ടി ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതിനിധിയായി ഇത്തവണ വി ഡി സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകും. കേരള കോൺഗ്രസ് ജോസഫിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്നുള്ള പാർട്ടി പദവി കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട്. 6ാം തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കടുത്തുരുത്തിയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് മോൻസ് ജോസഫ്. 2008 അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നു. ഇത്തവണയും അദ്ദേഹം മന്ത്രിസഭയിലുണ്ടാകും.
അടുത്തയാൾ ഷിബു ബേബി ജോണാണ്. ഘടകകക്ഷി നേതാവായി എത്തുന്നു. അദ്ദേഹം മുൻ തൊഴിൽ മന്ത്രി കൂടിയാണ്. RSPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. നിയമസഭയിൽ 3ാം ടേമിലാണ് ഷിബു ബേബി ജോൺ എത്തുന്നത്. ചവറ മണ്ഡലത്തിൽ നിന്നുമാണ് നിയമസഭയെ പ്രതിനിധീകരിക്കുന്നത്. സി പി ജോൺ ആദ്യമായി അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു. അദ്ദേഹം ആദ്യ വരവിൽ തന്നെ മന്ത്രിസഭയിലേക്കും എത്തുകയാണ്. CMPയുടെ ജനറൽ സെക്രട്ടറിയാണ്. MV രാഘവനൊപ്പമാണ് അദ്ദേഹം CPIM വിട്ട് CMPയുടെ ഭാഗമാകുന്നത്. ഇതിനു മുൻപും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ ജയിച്ചു കയറിയിട്ടില്ല. ഇത്തവണ ആദ്യം നിയമസഭയിലേക്ക് ആദ്യമായി എത്തുന്നു, ഒപ്പം മന്ത്രിസ്ഥാനത്തേക്ക്. അടുത്തയാൾ അനൂപ് ജേക്കബാണ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് 4ാം തവണ നിയമസഭയിലേക്ക് എത്തുന്നു അനൂപ് ജേക്കബ്. മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ച അനുഭവ പരിചയം അദ്ദേഹത്തിന് മന്ത്രിസഭയിലുണ്ട്. മുൻ മന്ത്രി TM ജേക്കബിന്റെ മകൻ കൂടിയാണ്. നാലാം തവണയാണ് അനൂപ് ജേക്കബ് നിയമസഭയിലെത്തുന്നത്. KSUവിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തിൽ എത്തിയത്. നിയമബിരുദവും KSSയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ എത്തിയത്. അദ്ദേഹം നിയമബിരുദധാരിയാണ്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്. നിയമസഭയിലേക്ക് അദ്ദേഹത്തിന്റെ 6ാം ജയം. 4 തവണ അദ്ദേഹം ലോക്സഭാംഗമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ്. ഇത്തവണ VD സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യും രമേശ് ചെന്നിത്തല. കെ മുരളീധരൻ ഈ മന്ത്രിസഭയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ. മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. KPCCയുടെ മുൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഇത് 3ാം ഊഴമാണ്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാണ്. നിലവിൽ നിയമസഭയിൽ 4ാം തവണയാണ് അദ്ദേഹം എത്തുന്നത്. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി അങ്ങനെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്ന നേതാവ്. അദ്ദേഹം ഇത്തവണ മന്ത്രിസഭയിലുണ്ടാകും. ബിന്ദു കൃഷ്ണ മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യം. നിയമസഭയിലേക്ക് എത്തുന്നത് ആദ്യമാണ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. കൊല്ലം DCC മുൻ പ്രസിഡന്റായി പ്രവർത്തിച്ച അനുഭവ പരിചയവുമുണ്ട് ബിന്ദു കൃഷ്ണയ്ക്ക്. വനിതാ ശിശുക്ഷേമമാണ് ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുക. നിയമസഭയിലേക്ക് ആദ്യമായി എത്തുന്നു. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് ബിന്ദു കൃഷ്ണ. VD സതീശൻ മന്ത്രിസഭയിൽ ടൂറിസം സാംസ്കാരിക വകുപ്പുകൾ കൈകാര്യം ചെയ്യുക PC വിഷ്ണുനാഥായിരിക്കും. നിയമസഭയിലേക്ക് അദ്ദേഹം 4ാം തവണയാണ് എത്തുന്നത്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് നിലവിൽ. KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് PC വിഷ്ണുനാഥ്. അടുത്തയാൾ M ലിജു. എക്സൈസ് വകുപ്പാണ് M ലിജു കൈകാര്യം ചെയ്യുക. നിയമസഭയിലേക്ക് ആദ്യമായി എത്തുകയാണ്. KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ച അനുഭവ പരിചയം കൂടിയുണ്ട് M ലിജുവിന്. N ഷംസുദ്ദീൻ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത് 4ാം തവണയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഇത്തവണ N ഷംസുദ്ദീനും മന്ത്രിസഭയിലുണ്ടാകും. അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കാര്യത്തിൽ നാളെ അന്തിമ ചിത്രമാകും. PK ബഷീറാണ് അടുത്തയാൾ. തുടർച്ചയായ 4ാം ജയമാണ് PK ബഷീറിന്. ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമാണ്. യൂത്ത് ലീഗിന്റെ മലപ്പുറം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗമായിരുന്നു. മുൻ മന്ത്രി P സീതി ഹാജിയുടെ മകൻ കൂടിയാണ് PK ബഷീർ. ലീഗിൽ നിന്ന് KM ഷാജി കൂടി ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കും. VD സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകും. നിയമസഭയിൽ അദ്ദേഹം 3ാം തവണയാണ് എത്തുന്നത്. മുൻ മന്ത്രി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. യൂത്ത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇത്തവണയും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു. മന്ത്രിസഭയിലും അംഗമാകും. കടിയാമ്പറ്റ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്. കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ മുൻ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2006ലും 2011ലും അദ്ദേഹത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ്. K അബ്ദുൽ ഗഫൂറാണ് ലീഗിൽ നിന്നും മന്ത്രിസഭയിലേക്ക് എത്തുന്ന അടുത്തയാൾ. നിയമസഭയിലേക്ക് ആദ്യമായാണ് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ടീമിൽ തന്നെ മന്ത്രിയാകുന്നു. പരാജയപ്പെടുത്തിയത് മുൻ മന്ത്രി കൂടിയായ P രാജീവിനെയാണ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് K അബ്ദുൽ ഗഫൂർ. യൂത്ത് ലീഗിന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. 2021ൽ മത്സരിച്ചെങ്കിലും അന്ന് പരാജയപ്പെടുകയായിരുന്നു. ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നിലവിൽ നിയമസഭയിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ്. അദ്ദേഹം KSUവിന്റെ മുൻ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു. ഒപ്പം അദ്ദേഹം മന്ത്രിയുമാകും. യുവജനക്ഷേമമായിരിക്കും അദ്ദേഹം ഈ സർക്കാരിൽ കൈകാര്യം ചെയ്യുക.
തൃശൂർ മാള സ്വദേശിയാണ്, അഭിഭാഷകനാണ്. കെ സി വേണുഗോപാൽ പക്ഷത്തെ പ്രമുഖൻ. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അദ്ദേഹം ഇത്തവണ നിയമസഭയിലേക്ക് എത്തിയത്. റോജി എം ജോണാണ് അടുത്തയാൾ. നിയമസഭയിൽ തുടർച്ചയായി 3-ാം തവണയാണ് റോജി എം ജോൺ എത്തുന്നത്. AICC സെക്രട്ടറിയാണ്, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ്. തേവര കോളേജ് യൂണിയൻ മുൻ ചെയർമാനായി പ്രവർത്തിച്ചു. NSU മുൻ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. കണ്ണൂർ ചെറുപുഴ സ്വദേശിയാണ് റോജി എം ജോൺ. ടി സിദ്ദിഖ് ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകും. അദ്ദേഹം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് നിലവിൽ. കൽപ്പറ്റയിൽ നിന്ന് തുടർച്ചയായ രണ്ടാം തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. ഇത്തവണ VDS സർക്കാരിൽ വനം വകുപ്പായിരിക്കും അദ്ദേഹം കൈകാര്യം ചെയ്യുക. മുൻ കോഴിക്കോട് DCC പ്രസിഡന്റ് എന്നുള്ള പദവി അദ്ദേഹം DCC പ്രസിഡന്റായിരുന്നു നേരത്തെ. KPCC ജനറൽ സെക്രട്ടറി പദവി വഹിച്ചിട്ടുണ്ട്. കോഴിക്കോട് ദേവഗിരി കോളേജിൽ KSU പ്രവർത്തകനായിട്ടാണ് പൊതുരംഗത്തേക്ക് അദ്ദേഹം കടന്നുവരുന്നത്. AP അനിൽകുമാർ ആരോഗ്യവകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക. ഈ മന്ത്രിസഭയിൽ തുടർച്ചയായ 6-ാം ജയമാണ്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. KC വേണുഗോപാൽ ഗ്രൂപ്പിലെ ശക്തനായ നേതാവ് കൂടിയാണ് AP അനിൽകുമാർ. 2004-ലും 2011-ലും മന്ത്രിയായതിന്റെ അനുഭവ പരിചയമുണ്ട് AP അനിൽകുമാറിന്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു. KSUവിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. KA തുളസി നിയമസഭയിലെത്തുന്നത് ആദ്യമാണ്. KPCC ജനറൽ സെക്രട്ടറിയാണ്. നെന്മാറ NSS കോളേജിലെ അധ്യാപിക. ഇത്തവണ KA തുളസി ഈ സർക്കാരിൽ മന്ത്രിയായി ഉണ്ടാകും. പിന്നാക്ക ക്ഷേമ വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗമാണ്. AICC അംഗമായും പ്രവർത്തിക്കുന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യ കൂടിയാണ് KA തുളസി. എന്തായാലും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട സമഗ്ര ചിത്രമാണ് നമ്മൾ കണ്ടത്. അതെ, ഇനി നമ്മൾ നിയമസഭയിലേക്ക് മുൻവശത്തേക്ക് പോവുകയാണ്. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ UDFന്റെ ഭാഗമായി വർഷങ്ങൾക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നെന്നുള്ള രാഷ്ട്രീയമായ പ്രത്യേകത കൂടിയുണ്ട്. ഇനി നിയമസഭയ്ക്ക് മുൻപിലേക്ക് അല്ലേ? അതെ, നിയമസഭയ്ക്ക് മുന്നിൽ നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും ചേരുന്നുണ്ട്. അവിടെ R ശ്രീജിത്ത് ഉണ്ട്, B ദിലീപ് കുമാർ ഉണ്ട്, KR ഗോപികൃഷ്ണനുണ്ട്, ദീപക് ധർമ്മടമുണ്ട്. നിയുക്ത മന്ത്രിമാർ, അതുമായി ബന്ധപ്പെട്ട ചർച്ച, മറ്റ് സംഭവവികാസങ്ങൾ, ഇന്നുണ്ടായ കാര്യങ്ങൾ, ഇതൊക്കെ ഇവർ നമ്മളോട് പങ്കുവയ്ക്കും. ഒപ്പം തന്നെ വിപിൻ C വിജയനുണ്ട്, ഷെഫീദ് റാവുത്തറുണ്ട്, മേഘ്ന മുരളിയുണ്ട്, ജിബിൻ JB. അവർ രണ്ടുപേരും സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണുള്ളത്. അതെ, അപ്പോൾ നമ്മൾ നിയമസഭയ്ക്ക് മുൻപിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ പുതിയ മന്ത്രിസഭ വരാൻ പോകുന്നു. അതിനുശേഷമാണ് നിയമസഭാംഗങ്ങളുടെ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുക. പുതിയൊരു രാഷ്ട്രീയ ചരിത്രം പിറക്കുക കൂടിയാണല്ലോ ശ്രീജിത്ത്, ദിലീപ്, KR ഗോപികൃഷ്ണൻ, ദീപക് ധർമ്മടം നാളത്തെ സത്യപ്രതിജ്ഞയോടെ. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ, അസിത സഹീർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിന് മുൻപിലാണ്. VD സതീശൻ സർക്കാർ അധികാരമേൽക്കാൻ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വളരെ ഉദ്വേഗം നിറഞ്ഞ, ആകാംക്ഷ നിറഞ്ഞ ചർച്ചകളുടെ മണിക്കൂറുകളായിരുന്നു ഇന്ന് പ്രഭാതം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്തിമമായി മന്ത്രിമാരുടെ പട്ടിക രൂപീകരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ചർച്ചകൾ, ഘടകകക്ഷികളുടെ നിന്നുണ്ടായ സമ്മർദ്ദം, അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ വിവിധ ഗ്രൂപ്പുകൾ ഉയർത്തിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതോടൊപ്പം പുതിയ അവകാശവാദങ്ങളുമായി മന്ത്രിയാകാൻ സന്നദ്ധരായി രംഗത്തെത്തിയവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ പട്ടികയായിരിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഗവർണറെ കണ്ട ആ പട്ടിക കൈമാറിയിരിക്കുന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത്, ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസിൽ ഇത്ര പെട്ടെന്ന്, UDFൽ ഇത്ര പെട്ടെന്ന് മന്ത്രിമാരെ നിശ്ചയിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ഈ മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. അതിലൂടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനിടയിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയാതെ പറഞ്ഞു. അത് ചില ധാരണകൾ കൂടിയുണ്ട്. അത് ടേം വ്യവസ്ഥ ഈ മന്ത്രിസഭയിൽ വരാൻ പോകുന്നുണ്ടോ, മന്ത്രിമാർക്ക് 2.5 വർഷം എന്ന നിലയിൽ മന്ത്രിമാരെ മാറ്റുന്ന ഒരു രീതി ഈ മന്ത്രിസഭയിൽ കാണാൻ പോകുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല. ചില ധാരണയുണ്ട് എന്ന് മാത്രം സൂചനയായി പറയുകയാണ് ഇന്ന് VD സതീശൻ ചെയ്തത്. ഏതായാലും ഇന്നത്തെ പകൽ മുഴുവൻ ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്ന ആളുകൾ, മറുഭാഗത്ത് KC വിഭാഗത്തിന്റെ ആളുകൾ, അതോടൊപ്പം തന്നെ VD സതീശൻ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ച ആളുകൾ, അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിന്റെ പ്രതിനിധി നിലയിൽ തന്റെ അവകാശവാദവുമായി വന്ന IC ബാലകൃഷ്ണൻ, TC
സിദ്ദിഖ് കോൺഗ്രസിലെ മുസ്ലിം പ്രതിനിധി ആരായിരിക്കണമെന്ന് സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട സമ്മർദ്ദമായി നിന്ന സാഹചര്യം, മുസ്ലിം ലീഗിലെ 5 മന്ത്രിമാരെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള അവ്യക്തതകൾ, ഇങ്ങനെ തുടങ്ങി പകൽ മുഴുവൻ വിവിധ തലങ്ങളിൽ നടന്ന ചർച്ചകൾ. ആ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ മന്ത്രിസഭ രൂപീകരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. മന്ത്രിമാരുടെ പട്ടിക പൂർത്തിയായിരിക്കുന്നു. ആ പട്ടിക ഗവർണർക്ക് ലോക്ഭവനിലെത്തി കൈമാറിയിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഞങ്ങളിപ്പോൾ ഈ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ഈ പകൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, എങ്ങനെയായിരിക്കും വി ഡി സതീശൻ സർക്കാർ ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്, 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ഭരണം പിടിച്ച UDF സർക്കാരിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും, വി ഡി സതീശൻ നയിക്കുമ്പോഴും അവിടെ KCRC ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ദിലീപ്, ഇന്നത്തെ പകൽ സത്യം പറഞ്ഞാൽ സംഭവ ബഹുലമായിരുന്നു. ഒരു ഭാഗത്ത് ഇന്ദിരാഭവനിൽ നടക്കുന്ന ചർച്ചകൾ, കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഇടയ്ക്കിടെ പോകുന്ന പ്രതിപക്ഷ നേതാവ് തിരികെ വരുന്നു. വേറൊരു സ്ഥലത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചർച്ച, മറ്റൊരിടത്ത് മുസ്ലിം ലീഗിന്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ആരെ സ്പീക്കറാക്കണം, ആരെ ഡെപ്യൂട്ടി സ്പീക്കറാക്കണം തുടങ്ങിയിട്ടുള്ള ആശയക്കുഴപ്പം. ഈ പകലിലെ സംഭവവികാസങ്ങളെ സംക്ഷിപ്തമായി നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? വി ഡി സതീശൻ സർക്കാരിന് സുഗമമായി പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ, അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഇപ്പോഴുണ്ടോ? ഗോപികൃഷ്ണൻ, ഇന്നിപ്പോൾ ഏതായാലും വലിയ പരിക്കില്ലാതെ ഈ മന്ത്രിമാരുടെ പട്ടിക കോൺഗ്രസ് നേതൃത്വം അത് തയ്യാറാക്കിയിട്ടുണ്ട്. UDFന്റെ ഘടകകക്ഷികളെ സംബന്ധിച്ചാണ് മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു അസംതൃപ്തി ആ പാർട്ടിക്കുള്ളിൽ എന്നുള്ളതല്ല. അതിപ്പോൾ മുസ്ലിം ലീഗിൽ ഉയർന്നു വന്നിട്ടുള്ള ചില ചെറിയ ഭിന്നതകളുണ്ട്, ചില എതിർ ശബ്ദങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് UDFന് വലിയ ഭൂരിപക്ഷം നൽകിയ ജില്ലകളിലൊന്നായിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒരു പ്രാതിനിധ്യമില്ല മന്ത്രിസഭയിൽ, കാസർഗോഡ് നിന്ന് പ്രാതിനിധ്യമില്ല. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ ഒരു എതിർ ശബ്ദങ്ങളൊന്നും മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചില അഭിപ്രായ ഭിന്നതകളായിരുന്നു. അത് 2 മന്ത്രിസ്ഥാനം വേണം എന്ന അവരുടെ ആവശ്യം, അത് അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പും എന്ന നിലയിൽ അത് തീരുമാനിച്ചു. അവരിപ്പോൾ 2 പേരെയും തീരുമാനിച്ചു കഴിഞ്ഞു. മോൻസ് ജോസഫ് മന്ത്രിയാകുന്നു, അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പ് ആകുന്നു. തോമസ് ഉണ്ണിയാടനാണ് ചീഫ് വിപ്പ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മന്ത്രിസ്ഥാനത്തേക്കോ നേരത്തെ ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. അത് പരിഗണിച്ചിട്ടില്ല ഏതായാലും പാർട്ടി നേതൃത്വം. മറ്റു ചെറിയ പാർട്ടികളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള എതിർപ്പുണ്ടായിരുന്നില്ല. ഉള്ള എതിർപ്പ് പിന്നീട് ഈ ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനും മാണി സി കാപ്പനുമാണ്. അത് വൈകിട്ട് ലോക് ഭവനിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഈ 2 നേതാക്കളെയും വിളിച്ച് മാണി സി കാപ്പൻ, അനൂപ് ജേക്കബ് എന്നിവരെ കണ്ടോൺമെന്റ് ഹൗസിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചു. കോൺഗ്രസിലാണ് ഏവരും ഉറ്റുനോക്കിയത് ആരൊക്കെയാവും. കാരണം 63 പേരുണ്ട് നിയമസഭാ കക്ഷിയിൽ. അപ്പോൾ ശ്രീജിത്തൊക്കെ നേരത്തെ മുതൽ തന്നെ പറയുന്ന പോലെ, അതായത് ഈ 63 പേരും അതിൽ തന്നെ പല നേതാക്കളും തലയെടുപ്പുള്ളവരാണ്. അവർ പലതവണ നിയമസഭാംഗങ്ങളായിട്ടുള്ളവരാണ്, നേരത്തെയുള്ള മന്ത്രിസഭകളിൽ മന്ത്രിമാരായിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ പരിചയസമ്പന്നരായ നിരവധി നേതാക്കളുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ്, അതിൽ ആരെയൊക്കെ ഉൾക്കൊള്ളിക്കും? അതേസമയം തന്നെ ഇന്ന് നമുക്കറിയാം ഗോപി, രാവിലെ മുതൽ നടക്കുന്ന ചർച്ചകൾ, KPCC ആസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരാണ് അവിടെ ആ ചർച്ചയിൽ പങ്കെടുത്തത്. അതിൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും പല പേരുകളിലൊക്കെ ഉയർന്നു വരികയും പിന്നീട് ആ പേരുകൾ തഴയപ്പെടുകയും പുതിയ പേരുകൾ പിന്നീട് ഈ പട്ടിക കൊടുക്കുന്ന സമയമായപ്പോഴേക്ക് OJ ജനീഷ് അടക്കമുള്ളവരുടെ പേരുകൾ, റോജി M ജോണിൻ്റെ പേരുകളൊക്കെ ഇതിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സർപ്രൈസിംഗ് ആയി. അതേസമയം തന്നെ അതിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നിർണായകമായ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു, പുതിയ നേതൃത്വം വരികയാണ്. അപ്പോൾ പുതിയ നേതൃത്വം വരുമ്പോൾ ആ മന്ത്രിസഭയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില നേതാക്കൾ ഉണ്ടല്ലോ എന്ന് ഇവിടുന്ന് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നവർ പറഞ്ഞു. അവരെയൊക്കെ മന്ത്രിയാക്കുന്നുണ്ടല്ലോ. ചാണ്ടിയുമ്മനെ അല്ല, ചാണ്ടി അങ്ങനെ രാഹുൽ ഗാന്ധി ആരുടെയും പേര് ഇങ്ങോട്ട് പറഞ്ഞില്ല, യുവാക്കൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് അത് ഇന്ന ആൾക്കാരുണ്ടല്ലോ, അവർ യുവാക്കളുടെ പ്രതിനിധികളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പരിഗണിച്ചിട്ടുള്ള, പക്ഷേ അത് അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു, അതൊന്നും ഈ യുവാക്കളായിട്ട് അവരെയൊന്നും പരിഗണിക്കാൻ പറ്റില്ല, നിങ്ങൾ യുവ നേതാക്കളെ ഈ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തും, എന്നാലേ മന്ത്രിസഭയ്ക്കൊരു ഫ്രഷ്നെസ് എന്നുള്ളത് ജനങ്ങൾക്കത് ഫീൽ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആ നിലയിൽ നിങ്ങൾ യുവാക്കളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് അവസാന നിമിഷം ഈ OJ ജനീഷും റോജി M ജോണൊക്കെ ഇടം നേടിയത്. അതേസമയം ചാണ്ടി ഉമ്മൻ നേരത്തെ ഉണ്ടായിരുന്നതാണ് മന്ത്രിസഭയിലേക്ക്. പക്ഷേ നിയുക്ത മുഖ്യമന്ത്രിക്ക് യുടെ എതിർപ്പെന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ. നമുക്ക് എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ ആ നിലയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്.
ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് അത് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത ആളാണ്. മാത്രമല്ല ശ്രീജിത്ത്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല പേരുകളും ആദ്യം പട്ടികയിൽ ഇടം പിടിച്ചു, പിന്നെ മാറി. ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സ്പീക്കറായി പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. അദ്ദേഹം മന്ത്രിയായി പരിഗണിക്കുമെന്നാണ് കരുതിയത്. പിന്നീട് അദ്ദേഹം സ്പീക്കറായി മാറി. ചാണ്ടി ഉമ്മൻ അദ്ദേഹം ഈ മന്ത്രി പട്ടികയിൽ ഉണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ അദ്ദേഹം മാറി. പിന്നെ IC ബാലകൃഷ്ണനും അൻവർ സാദത്തിനും ഒക്കെ വേണ്ടി രമേശ് ചെന്നിത്തല സമ്മർദ്ദം ചെലുത്തി. ടി സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ടായി. VT ബൽറാമിന്റെ പേര് സജീവമായി പരിഗണിച്ചു. യഥാർത്ഥത്തിൽ ഈ അവസാന നിമിഷത്തെ ഈ മലക്കം മറച്ചിലുകൾ, മാറ്റങ്ങൾ, ഇതിന് പിന്നിൽ KC വിഭാഗത്തിന്റെ സമ്മർദ്ദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരിയാണോ? VD സതീശൻ മന്ത്രിസഭയിലെ ഭൂരിഭാഗം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് മന്ത്രിമാരിൽ ഭൂരിഭാഗവും KC അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ KC പക്ഷക്കാരാണ് എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരിൽ 12 പേരാണുള്ളത്, മുഖ്യമന്ത്രി അടക്കം. അതിൽ 8 പേർ കൃത്യമായി KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്, ആ പക്ഷത്തു നിന്നുള്ളവരാണ്. അത് വാസ്തവമാണ്. എന്നാൽ ഈ അവസാന നിമിഷം OJ ജനീഷിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ റോജി എം ജോണിന്റെ കാര്യത്തിലും ഹൈക്കമാൻഡിന്റെ, അല്ലെങ്കിൽ നേരത്തെ ദിലീപ് സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടൽ വളരെ നിർണായകമായിരുന്നു. ദിലീപ് ആ പേര് പറയാത്തതുകൊണ്ട് ഞാനും ആ പേര് പറയുന്നില്ല. കാരണം പേര് പറയാതിരിക്കാൻ നമ്മൾ റിസർവ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത്തരം റിസർവേഷൻ അല്ല, അതൊരു ഒരു തരത്തിൽ അദ്ദേഹത്തിനൊരു എന്താ ഡിഫമേറ്ററി ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ചെറുപ്പക്കാരനല്ലാതെ കാണുന്നില്ല. അതുകൊണ്ടാണ്. ശരി. അപ്പോൾ ഒരു എൻ്റെ 50-നോട് അടുത്തൊരാൾ ആണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് ചെറുപ്പക്കാരനായി ചൂണ്ടിക്കാണിച്ചത്. അതല്ലല്ലോ ചെറുപ്പക്കാർ, ഇവിടെ മറ്റു പേരുകളുണ്ടല്ലോ. അപ്പോൾ AICCയുടെ ചോയ്സ് ആയിരുന്നു റോജി എം ജോൺ, AICCയുടെ ചോയ്സ് ആയിരുന്നു OJ ജനീഷ്. അതിന് കാരണം നേരത്തെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് AICCക്ക് ഒരു നിഷ്കർഷയുണ്ട്. 2 ദളിത് പ്രാതിനിധ്യം വേണം, മഹിളകൾ പരമാവധി വേണം, അതോടൊപ്പം തന്നെ മറ്റ് യുവ പ്രാതിനിധ്യം വേണം. ഈ ക്രൈറ്റീരിയ വന്നപ്പോഴാണ് അവസാനത്തെ 3-ൽ ഇതിങ്ങനെ വന്നത്. അപ്പോൾ OJ ജനീഷ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ്. അപ്പോൾ 6 നായർ പ്രാതിനിധ്യം വരുമ്പോൾ ഈഴവ 9 പേർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തുല്യമായ ഒരു പരിഗണന വരണം. അപ്പോൾ ഇതെല്ലാം കൂടി, പിന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യമില്ല, കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യമില്ല. എന്നാൽ കോഴിക്കോടുകാരനായ സിദ്ദിഖിനെ മലബാറിൽ ചേർത്താണ് കോഴിക്കോടിന്റെ കാര്യം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് പെരുവണ്ണ സ്വദേശിയാണ് സിദ്ദിഖ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയാണ് ഈ രീതി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അവസാന നിമിഷം വരുമ്പോൾ ഷാനിമോൾ ഉസ്മാനെയും VT ബൽറാമിനെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ VD സതീഷിന് താല്പര്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചോയ്സുമായിരുന്നു. എന്നാൽ അത് സാമുദായിക ഇക്വേഷൻസ്, മറ്റ് താല്പര്യങ്ങൾ, മറ്റ് സാമൂഹിക ഘടകങ്ങൾ, ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഈ അവസാനത്തെ റോജി എം ജോണിൻ്റെ പേരും OJ ജനീഷിൻ്റെ പേരും KA തുളസിയുടെ പേരും വന്നത്. അപ്പോൾ ഒരേ സമയം ദളിതും വനിത എന്നുള്ളൊരു പരിഗണന തുളസിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് തുളസി മന്ത്രിസഭയിലേക്ക് വന്നതും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആയത്. എന്നാൽ അതായത് VD സതീശൻ ഇക്കാര്യം പറഞ്ഞു, സോഷ്യൽ ഫാക്ടേഴ്സും റീജിയണൽ ഫാക്ടേഴ്സും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ. ഞാൻ അതൊരു വന്ന പോയിന്റ് പൂർത്തിയാക്കിയിട്ട് പറയാം. അതായത് 1960 മുതൽ 64 വരെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് നഫീസത്ത് ബീവി ഇരുന്നിട്ടുണ്ട്. നഫീസത്ത് ബീവിക്ക് ശേഷം കേരളത്തിലെ ഒരു മുസ്ലിം വനിത ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് വരികയാണ്. വളരെ മനോഹരമായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അത്രയ്ക്ക് ഒരു പാരമ്പര്യം. അതിനു മുമ്പ് കായംകുളത്തു നിന്നുള്ള, എൻ്റെ നാട്ടിൽ നിന്നുള്ള കായംകുളത്തു നിന്നുള്ള ഒരു ആയിഷ ബീവി 57 സർക്കാരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ മുസ്ലിം പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ മുസ്ലിം പൊതുരാഷ്ട്രീയത്തിൽ മുസ്ലിം വിഭാഗം ചെയ്യുന്ന സംഭാവനയെക്കുറിച്ച് ഓർക്കുന്ന ഘട്ടത്തിലൊക്കെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇപ്പോൾ മറ്റു ചില ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നവർക്കുള്ള ഏറ്റവും മനോഹരമായ മറുപടിയായിട്ടാണ് ഞാൻ ഷാനിമോൾ ഉസ്മാന്റെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കുള്ള കടന്നുവരനെ കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ ഇന്നലെ രാത്രി വരെ ഉറപ്പായ മന്ത്രിയായിരുന്നു. ഒരു ഘട്ടത്തിൽ KC വേണുഗോപാലും VD സതീശനും 2 പേരും മന്ത്രിസ്ഥാനം ഉറപ്പുകൊടുത്ത 2 നേതാക്കളാണ് തഴയപ്പെട്ടത്. അതൊന്ന് VT ബൽറാമും മറ്റൊന്ന് ചാണ്ടി ഉമ്മനുമാണ്. ചാണ്ടി ഉമ്മൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന റോജി എം ജോൺ RC ആണ്. RCക്ക് ഓൾറെഡി ഒരു ആൾ ബർത്ത് ഉറപ്പിച്ചതാണ്, അത് സണ്ണി ജോസഫാണ്. അപ്പോൾ RCക്ക് 2 പേരെ പ്രാതിനിധ്യം വന്നു. എന്നാൽ ഈ ഓർത്തഡോക്സ് വിശാലമായ വലിയ കേരളത്തിലെ മധ്യകേരളത്തിലെ ഏറ്റവും വലിയ സഭകളൊന്നാണ്, അവർക്ക് പ്രാതിനിധ്യം ഇല്ലാതെ വന്നു. അപ്പോൾ ചാണ്ടി ഉമ്മനുമായിട്ടുള്ള ഒരു ഇക്വേഷനിൽ ചില ഒരു അലൈൻമെൻറ്റ് ഇന്നലെ രാത്രിയോടുകൂടി തെറ്റി. അതിനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ, അതായത് മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് നിയുക്ത മുഖ്യമന്ത്രിയെ VD സതീശൻ കണ്ടപ്പോൾ അദ്ദേഹം പ്രായോഗികമായി ചില തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പയുടെ, അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടി പേര് വെച്ചിട്ടുള്ള അങ്ങനെ ഒരു വലിയ പ്രചരണത്തിലൂടെ അല്ലേ നമ്മുടെ ഈ സർക്കാർ വന്നത്. അപ്പോൾ അതിനെ ഒന്ന് തിരുത്തി നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ അത്തരം ചില അലൈൻമെന്റ് സംഭവങ്ങൾ ഇതിനിടയ്ക്ക് തന്നിട്ടുണ്ട്. അതോടുകൂടി ഇതിനൊരു ചെറിയ ഡീറെയിൽമെന്റ് വേണമെങ്കിൽ അവർക്ക് നിഷേധിക്കാം. എന്നാൽ അതിന് സാക്ഷികളുണ്ട് ഈ സംഭവത്തിന്.
അങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് ഈ അവസാന നിമിഷം. അല്ല, പൊളിറ്റിക്കൽ എഡിറ്റർ എന്ന നിലയിൽ താങ്കളുടെ ഈ വിവരങ്ങളുടെ പിന്നെ ആധികാരികതയെ ഞങ്ങൾ സംശയിക്കുന്നില്ല. ശരി, ഞാൻ ദീപക് ധർമ്മടത്തേക്ക്. ദീപക്, ഇന്ന് ലീഗുമായി ബന്ധപ്പെട്ട പിന്നെ മന്ത്രിമാർ ആരൊക്കെയായിരിക്കും, അവിടെ നടന്നിട്ടുള്ള ചർച്ചകൾ, അവസാന നിമിഷങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ ദീപക് അതാത് സമയങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നു. അതിലൊരു വലിയ സംഭവമുണ്ട്. അതിപ്പോൾ പാറക്കൽ അബ്ദുള്ളയുടെ പേര് ആദ്യം പട്ടികയിലുണ്ടായിരുന്നു. PK ബഷീർ പുറത്താക്കപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി വലിയ ക്യാമ്പയിനൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നു. അവസാനം PK ബഷീറിനെ ഉൾപ്പെടുത്താൻ നിർബന്ധിതരാവുകയായിരുന്നു ലീഗ് നേതൃത്വം. ലീഗ് മന്ത്രിമാരുടെ ഒരു ടേം വ്യവസ്ഥയുടെ സാധ്യത കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനൊരു സാധ്യതയുണ്ട്. ഇപ്പൊ അബ്ദുൾ ഗഫൂറും AKM അഷ്റഫും അവർ 2.5 വർഷം വീതം മാറും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ശരിയാണോ? ഗോപി, ഇതിൽ ആദ്യം തന്നെ അപ്പോൾ ഏതായാലും ലീഗിൻ്റെ ചോദിച്ചുകൊണ്ട് ഞാൻ ലീഗ് ആദ്യം പറയാം. നമ്മൾ ഈ പുറത്തു വന്ന വാർത്തകളൊന്നും ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഈ ഉന്നതാധികാര സമിതിയിലെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പറഞ്ഞിരുന്നത് ഈ ബഷീറിനെ മന്ത്രിസ്ഥാനത്തില്ല എന്നൊരു വാർത്ത വരികയാണ്. ആ വാർത്ത ഒറിജിനേറ്റ് ചെയ്യുന്നു, പിന്നീട് അതിലേക്ക് ചർച്ച കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിലും ബഷീറിനെ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്കകത്തുനിന്ന് ലഭിച്ച വാർത്ത. തുടക്കം മുതലുള്ള ആദ്യത്തെ പട്ടികയിൽ, ആദ്യത്തെ 4 അംഗ പട്ടികയിൽ, ആ 4 അംഗ പട്ടിക തങ്ങൾ പാണക്കാട് വെച്ച് പ്രധാനപ്പെട്ട നേതാക്കളോട് പറഞ്ഞതാണ്. അതായത് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പാണക്കാട് വെച്ച് തന്നെ തങ്ങൾ അന്ന് കോൺഗ്രസ് 4 സീറ്റാണ് മുസ്ലിം ലീഗിന് നൽകിയത്. ആ 4 പേരെ അന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് തന്നെ പറഞ്ഞിരുന്നു 5ാമത്തെ സീറ്റിന് വേണ്ടി ശ്രമിക്കും, 5ാമത്തെ കിട്ടുകയാണെങ്കിൽ അത് കുറ്റ്യാടിക്കോ കളമശ്ശേരിക്കോ കൊടുക്കും. ഇതായിരുന്നു അന്നത്തെ വാദം. ഇത് തങ്ങളുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം നേരിട്ട് എന്നോടും ഈ കാര്യം പറഞ്ഞതാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് ക്യാമറയ്ക്ക് മുൻപിൽ അദ്ദേഹത്തിന് പറയാൻ അതിൽ പരിമിതികളുണ്ട്. കാരണം പ്രത്യേകിച്ചും ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് ഇതിൻ്റെ തീരുമാനത്തിലേക്ക് നടപടിക്രമത്തിലേക്ക് കടക്കണം. അല്ല ദീപക്, ഒറ്റ കാര്യം, കോഴിക്കോടിന്റെ പ്രാതിനിധ്യം സംബന്ധിച്ചോ? ഈ കോഴിക്കോടിൻ്റെ പ്രാതിനിധ്യത്തിൽ വരുന്നത് യഥാർത്ഥത്തിൽ കോഴിക്കോട് നിന്നും ഒരു കോൺഗ്രസ് മന്ത്രി ഉണ്ടാകും എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ കണക്കുകൂട്ടൽ. അത് ഇന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം തങ്ങൾ എന്നോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് അറിയുന്നത്. അതായത് ലീഗിൻ്റെ ലിസ്റ്റ് പോയി കഴിഞ്ഞു. ലിസ്റ്റ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് കോഴിക്കോട് നിന്ന് കോൺഗ്രസിന് മന്ത്രിയില്ല ഇല്ലെന്ന്. 13 സീറ്റിൽ 12 സീറ്റും നൽകി, 6 സീറ്റ് മത്സരിച്ച ലീഗിൻ്റെ എല്ലാ സീറ്റിലും വിജയിച്ചു. അത്തരം ഒരു ജില്ലയെ അവഗണിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് അവർക്ക് അപ്പം തന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ തീരുമാനിച്ചു പുതുതായ ഒരു ടേം വ്യവസ്ഥയിലേക്ക് പോകുന്നു. മിക്കവാറും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം KM ഷാജിയോ അങ്ങനെ ആരെങ്കിലും ഒരാൾ മാറുകയും പകരം പാറക്കൽ അബ്ദുള്ള 2.5 വർഷം കഴിഞ്ഞ് വരികയും ചെയ്യും. ഈ ടേം വ്യവസ്ഥ ആദ്യമായി മുസ്ലിം ലീഗിൽ വരുന്നത് ഇപ്പോഴാണ്. കാര്യം വരട്ടെ. അതായത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS എല്ലാം ഇന്ദിരാഭവനിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം ചോദിച്ചു. അതായത് ടേം വ്യവസ്ഥ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതിനു മുമ്പ് ലീഗിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. അല്ല, അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം അങ്ങനെ അവർ ആലോചിക്കുന്നില്ല എന്നല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആലോചനയേ ഉണ്ടായിരുന്നില്ല. ഈ ടേം വ്യവസ്ഥ എന്നുള്ളത് അവർ ആലോചിക്കുന്ന ഘട്ടം 2 മണിയോടെയാണ്. 2 മണിയോടെ കോൺഗ്രസിന്റെ പട്ടികയിൽ കോഴിക്കോടില്ല എന്ന് ഉറപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് UDFന് വലിയ ക്ഷീണം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മലപ്പുറത്തു നിന്ന് മാത്രം മന്ത്രിമാരാകുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു സാമുദായിക കളർ വരുന്നു. പ്രത്യേകിച്ചും ഈ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് എന്നൊക്കെയുള്ള ആക്ഷേപം ഒരു ഭാഗത്തു നിന്നും വരുന്നുകൊണ്ടിരിക്കുന്ന സമയം അതിനെ തടയിടാൻ വേണ്ടി ലിസ്റ്റ് പോയി കഴിയുകയും ചെയ്തു. അപ്പോൾ ലിസ്റ്റിനെ തിരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് കൃത്യമായി ഈ തീരുമാനം എടുത്തവർ തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ സമ്മതിച്ചതാണ്. എനിക്കൊന്ന് പാറക്കൽ അബ്ദുള്ളയ്ക്ക് വേണ്ടിയിട്ട് പ്രകടനമൊക്കെ നടന്നിരുന്നു. 2 പ്രകടനങ്ങൾ പാറക്കൽ അബ്ദുള്ള. അതേക്കുറിച്ച് ലീഗിൻ്റെ നേതാക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ അറിയോ? സ്വാഭാവികമാണത്, ഇത് ഞങ്ങൾ കണക്കാക്കിയതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ 2.5 വർഷത്തെ ടേം വ്യവസ്ഥയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഗോപി നിർത്തിയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പട്ടിക നോക്കിയാൽ ഒരു പക്ഷേ വിസ്മയം എന്നോണം വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു പട്ടിക ലോക് ഭവനിൽ എത്തിച്ചു. പക്ഷേ ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ വെടി പൊട്ടിച്ചത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാകില്ല എന്നുള്ള രഹസ്യ വിവരം അവർ നേതാക്കൾക്ക് കൈമാറി കഴിഞ്ഞു. അതായത് അത് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്ക് വരണം. കാരണം ഇപ്പോൾ മന്ത്രിമാരുടെ പട്ടികയായിട്ടുണ്ട്. 21 അംഗ മന്ത്രിസഭ അധികാരമേൽക്കാൻ പോകുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ ഓരോ മന്ത്രിമാരും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ ചെറിയ കറക്ഷൻസ് ഒക്കെ നടത്തേണ്ടി വരും, അതിൽ ഞങ്ങൾ ആലോചിച്ച് നിങ്ങൾ അറിയിക്കാമെന്ന് മാത്രമാണ്. അവിടെയാണ് ദീപക് ധർമ്മടം ഇപ്പോൾ സൂചിപ്പിച്ച കെ മുരളീധരന്റെ അതൃപ്തി കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
വകുപ്പുകളിൽ അവസാന നിമിഷത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ഏതെങ്കിലും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന ഈ അംഗങ്ങളിൽ ആരിലെങ്കിലും ഒക്കെ അലോസരം ഉണ്ടാക്കിയിട്ടുണ്ടോ, അവർ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ, വി ഡി സതീശന് തുടക്കത്തിൽ തന്നെ തലവേദന ഉണ്ടാക്കുന്ന തീരുമാനങ്ങളായി ഈ വകുപ്പ് നിർണയം മാറാൻ സാധ്യതയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഈ പിന്നാമ്പുറത്ത് നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ്? നമ്മൾ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ ഈ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ക്രക്സ് ഓഫ് ദ മാറ്ററിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ഒരു UDF സർക്കാർ അധികാരമേൽക്കാൻ പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന് അധികം ദൂരെയല്ലാത്ത ഈ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്നാണ് ഇന്ന് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുഴുവൻ ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു. ആരൊക്കെയാണ് വി ഡി സതീശന്റെ മന്ത്രിസഭയിൽ അംഗങ്ങളാകാൻ പോകുന്നത്, കോൺഗ്രസ് മന്ത്രിമാർ ആരൊക്കെയായിരിക്കും, എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ മന്ത്രിമാരെ നിശ്ചയിക്കുക? പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ അവരവരുടേതായ ആളുകളെ നിർദ്ദേശിച്ച് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊണ്ടായിരിക്കുമോ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കുക തുടങ്ങിയ ധാരാളം സംശയങ്ങളും കൺഫ്യൂഷനുകളും നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു ഇത് നമ്മൾ കണ്ടത്. ആ സമയങ്ങളിലൊക്കെ അതാത് സമയങ്ങളിൽ വിവരങ്ങൾ കൃത്യമായി 24 പ്രേക്ഷകരിലേക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞങ്ങൾ അതാത് സമയങ്ങളിൽ നൽകിയിട്ടുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ ശരിയായി മാറി എന്നതാണ്. അത് വളരെ കൃത്യതയോട് കൂടി നൽകി ശ്രീജിത്ത്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ എഡിറ്റർ, അതോടൊപ്പം തന്നെ ദീപക് ധർമ്മടം ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകി. രാവിലെ മുതൽ തന്നെ ഇന്ദിരാഭവനിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി നൽകിയിരുന്നു ബി ദിലീപ് കുമാർ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കന്റോൺമെന്റ് ഹൗസിലേക്കാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറും അതോടൊപ്പം വിപിൻ സി വിജയനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, വിപിൻ, ഇന്നത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നത് കന്റോൺമെന്റ് ഹൗസിൽ നിന്നാണ്. അത് ആരൊക്കെയാണ് ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കന്റോൺമെന്റ് ഹൗസിൽ വെച്ചാണ്. ഇന്ന് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ വാർത്താ സമ്മേളനത്തിനിടെ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം, ഈ വകുപ്പുകളുടെ കാര്യത്തിലുള്ള തീരുമാനം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അതിൽ ചില കറക്ഷൻസ് വരുത്തും എന്നതാണ്. മറ്റൊന്ന്, ചില ധാരണകൾ, ഈ ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ചില ധാരണകളുണ്ട്, അതൊക്കെ നിങ്ങളോട് പിന്നീട് വിശദീകരിക്കാം എന്തായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു അവകാശവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, UDFന്റെ ചരിത്രത്തിൽ ഇത്ര പെട്ടെന്ന് മന്ത്രിമാരെ നിശ്ചയിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല എന്നാണ്. ഷഫീദ്, വിപിൻ, ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്? GK, നാടകീയ സംഭവങ്ങൾക്കാണ് കന്റോൺമെന്റ് ഹൗസ് ഇന്ന് സാക്ഷിയായത് എന്നുള്ളത് നിസ്സംശയം പറയാം. ഒരുപക്ഷേ കഴിഞ്ഞ 2 ടേമിലും, അതായത് 2016-ലും 2021-ലും തന്നെ നമ്മൾ കാണാത്തൊരു കാഴ്ച. സത്യപ്രതിജ്ഞയ്ക്ക് തലേ ദിവസം കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു, ഓരോ കൂടിയാലോചനകൾ നടക്കുന്നു, അതിൽ തന്നെ തീരുമാനമാകുന്നില്ല, പിന്നെയും മന്ത്രിമാർ വരുന്നു. ഇത്തരത്തിലുള്ള കാഴ്ചകളായിരുന്നു ഇന്ന് മുഴുവനായിട്ടും ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ ഷഫീദ് റാവത്തർ ഉണ്ടായിരുന്നു. ഷഫീദ്, എന്തായിരുന്നു രാവിലെ മുതലുള്ള ആ നാടകീയമായിട്ടുള്ള കാഴ്ചകൾ? ഈ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ CPM-നെ അടക്കം മന്ത്രിമാരെ നിശ്ചയിക്കുന്നതല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ, വലിയ തരത്തിലുള്ള ഈ പോർട്ട്ഫോളിയോ മേക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഈ പട്ടിക കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറാക്കിയത് ഗവർണർക്ക് കൈമാറുമെന്നൊക്കെയാണ് ഇന്നലെ നമ്മൾ കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇന്ന് വൈകിട്ട് 5:30 വരെ നീണ്ടു ആകാംക്ഷ എന്നുള്ളതാണ്. അവസാന നിമിഷവും വരെ കറക്ഷൻ നടന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ജനീഷിന്റെ കാര്യം, റോജി എം ജോണിന്റെ കാര്യമൊക്കെ അവസാന നിമിഷത്തെ ഒരു വാർത്തയായിട്ടാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ എഡിറ്റർ ശ്രീജിത്ത് ആയിരുന്നു ആ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അത്രയ്ക്കധികം ആകാംക്ഷ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ ചില സൂചനകൾ പറഞ്ഞു വെച്ചതിന്റെ ചില റിഫ്ലക്ഷൻസ്, അത് നമ്മൾ ഇന്ന് വൈകുന്നേരം അല്പസമയം മുൻപ് നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഈ വകുപ്പുകളുടെ കാര്യം അന്തിമമല്ല, ചില കറക്ഷൻസ് ഉണ്ടാകും, മാത്രമല്ല ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് അക്കാര്യത്തിൽ പറഞ്ഞാൽ, ഈ ഷിബു ബേബി ജോണിന്, ഘടകകക്ഷിയായ ഷിബു ബേബി ജോണിന് ഏത് വകുപ്പ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ധാരണയായിട്ടില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് കുറച്ച് മുൻപ് കൂടി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു ഫൈനലൈസ് ഒരു ഫോർമാറ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ, നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ കന്റോൺമെന്റ് ഹൗസിന്റെ അകത്ത് ഇപ്പോഴും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആ ചർച്ച ഈ K മുരളീധരന്റെ അതിർത്തിയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ആരോഗ്യവും ദേവസ്വവുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പട്ടികയൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അത് വൈദ്യുതിയായി മാറി. സ്വാഭാവികമായും അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ചില അതൃപ്തിയുണ്ട്. അദ്ദേഹം അത് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. നാളെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തില്ല എന്നൊക്കെയുള്ള കടുത്ത തീരുമാനത്തിലൊക്കെ മുരളീധരൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ മുരളീധരന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അണിയിപ്പിക്കാനുള്ള നീക്കം അതിവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്നുള്ള വാർത്തകൾ അവസാനിച്ചു
സംഭവിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആ രീതിയിൽ ഇനി നമുക്ക് വാർത്തകൾ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ AP അനിൽകുമാറിനാണ് ആരോഗ്യമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അത് വിട്ടുകൊടുക്കുമോ, അതല്ലാതെ ഏറ്റെടുക്കാൻ എത്രത്തോളം തയ്യാറാകുമോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി അതിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. കാരണം AP അനിൽകുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫൈൽ എന്ന രീതിയിൽ ആരോഗ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെ ഇനിയിപ്പോൾ കെ മുരളീധരനെ അന്വേഷിക്കാൻ മറ്റേതെങ്കിലും കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംശയമാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ നമുക്കറിയാം ഘടകകക്ഷികളിൽ മാണി സി കാപ്പന്റെ അതൃപ്തി നമ്മൾ ഇന്ന് പ്രത്യക്ഷമായി തന്നെ കണ്ടതാണ്. അങ്ങനെ ചില അതൃപ്തികളുണ്ട്. മാത്രമല്ല ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇനിയും പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടികൾ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം റോജി എം ജോണിന്റെ വകുപ്പ് ഏതാണെന്നുള്ള കാര്യത്തിൽ ധാരണയായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരണം. ഏതായാലും ഇന്ന് രാത്രിതായി നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഘട്ടത്ത് ഈ സമയത്ത് കന്റോൺമെന്റ് ഹൗസിനുള്ളിൽ ഈ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ചില തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ കേരള കോൺഗ്രസിന്റെ ഒരു കാര്യം കൂടി പറയണം. കാരണം കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജലവിഭവ വകുപ്പാണ്. പക്ഷെ അവർക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൃഷി വകുപ്പാണ്, മൃഗസംരക്ഷണവും കൂടിയാണ് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് എത്രത്തോളം അവർ 2 മന്ത്രിസ്ഥാനം ചോദിക്കുന്നു, അതിലൊരു മന്ത്രിസ്ഥാനം മാത്രം ലഭിക്കുന്നു. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് കൂടി ഇല്ലാതാകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച വലിയ നീരസമുണ്ട്. കാരണം PJ ജോസഫിന് അപ്പുറമായിട്ട് മറ്റുള്ള ഈ ഗ്രൂപ്പുകളായിട്ടും ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അമർഷം അവർക്കുണ്ട്. ചിരിയോട് കൂടിയിട്ടല്ല അവർ ഒന്നാം ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളത് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ഒപ്പം തന്നെ ഇപ്പോൾ ചീഫ് വിപ്പായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അബു ജോൺ ജോസഫിനെയാണ്. അതിൽ തോമസ് ഉണ്ണിയാടന് അതിൻ്റെതായിട്ടുള്ള അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ചീഫ് വിപ്പ് ആവും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് അങ്ങനെയല്ല എന്നുള്ള തീരുമാനം സ്വാഭാവികമായിട്ടും വരുമ്പോൾ അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും കൂടുതൽ വിമർശനങ്ങളിലേക്ക് പോകും. ഷഫീദ്, വിപിൻ സി വിജയൻ, നമ്മൾ ഇന്ന് നേരത്തെ ഷഫീദ് പറഞ്ഞ പോലെ തന്നെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്നുണ്ടായത്. അതിന്റെ വിവരങ്ങളൊക്കെ തത്സമയം നമുക്ക് 24ന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവരങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും കൂടാതെ കൃത്യതയോടുകൂടി നമുക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് സന്തോഷത്തോടെ ഈ സമയത്ത് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും VD സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു മഹാസംഭവമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിനുവേണ്ടിയുള്ള വിശാലമായ പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ സ്റ്റേജിന്റെ പണികളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഹിമാചൽ പ്രദേശിലെയും കർണാടകത്തിലെയും തെലങ്കാനയിലെയും മുഖ്യമന്ത്രിമാർ വിശിഷ്ടാതിഥികളായി ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തും എന്ന കാര്യം ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് UDF പ്രവർത്തകരുള്ളത്. അതിന്റെ മുഴുവൻ ആഘോഷ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടി UDFന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് ഈ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ്. അവിടെ നിന്ന് മേഘന മുരളിയും ജിബിൻ JBയും നമ്മളോടൊപ്പം ചേരുന്നു. മേഘന, ജിബിൻ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഒരു വലിയ സംഭവമാക്കി മാറ്റി തീർക്കുക ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുകയാണല്ലോ. എന്താണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ അവസാന മിനുക്കുപണിയുടെ വിവരങ്ങൾ? എന്തൊക്കെ വിശദാംശങ്ങളാണ് നിങ്ങൾക്ക് ഈ സമയം നൽകാനുള്ളത്? ഇതാണ് കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന വേദി. അത് കഴിഞ്ഞ തവണ അധികാരം നഷ്ടപ്പെടുമ്പോഴും അവർ ഇങ്ങനൊരു വേദിക്ക് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അങ്ങനെ അത് അവസാനം വരുന്നു. അതിൽ കൃത്യമായൊരു കണക്ക് പറയുകയാണെങ്കിൽ 2011 ഇതേ ഒരു മെയ് മാസം 18 ഉമ്മൻചാണ്ടി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ കൃത്യം 15 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിന്റെ നാളത്തെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ നടന്നു. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഒരു വലിയ സ്റ്റേജ് ഒരുങ്ങിയിട്ടുള്ളത്. അതിൽ 10,000-ലധികം ആളുകളെ ഈ സ്റ്റേജിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട് പാസുകൾ അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ദൃശ്യം എന്ന് പറയുന്നതും ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകർ, അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേർ അത് നമ്മൾ എവിടെ നിന്നാണ് ഇവർ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പല സ്ഥലത്ത് പല കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന പല നാടുകളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ചേട്ടാ, എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ പെരുന്തൽമണ്ണ വരുന്നത്. ഞങ്ങളുടെ ജനനായകൻ, ജനങ്ങളുടെ നായകൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന, ഞാൻ തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ടാണ് സത്യപ്രതിജ്ഞ വരുന്നത്. നേരത്തെ ഓരോ തിരക്ക് പറഞ്ഞ് മാറ്റി വെക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ജനനായകൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീം സത്യപ്രതിജ്ഞ ചെയ്യുന്ന 2 ദിവസം മുന്നേ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേ ആണ്. അത്രയും ആകാംക്ഷ. വെള്ളിയും വസ്ത്രമൊക്കെ ഉണ്ടല്ലോ. അതെ, വെള്ളയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. UDFന് വേണ്ടിയിട്ട് നമ്മുടെ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിനെതിരുള്ള വികാരമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ആകാംക്ഷയിൽ തലേന്ന് എത്തിപ്പെട്ടത്. പെരുന്തൽമണ്ണ നിങ്ങൾ ടീമായിട്ട് സത്യപ്രതിജ്ഞ വന്നാണ്. ഞങ്ങൾ MLA നജീബ് സാഹിബിന്റെ അനുയായികളാണ്.
ഗോപികൃഷ്ണൻ അങ്ങനെ തന്നെയാണ്. ഈ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന ഒരുപാട് പേർ, കാരണം കഴിഞ്ഞ 10 വർഷം അധികാരം നഷ്ടപ്പെട്ട ശേഷം അവർക്കിത് കാത്തിരുന്ന നിമിഷമാണ്. മാത്രമല്ല വെറും വിജയമല്ല, 102 സീറ്റാണ്, 102 സീറ്റ് നേടിയാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. അതിനുള്ള വിപുലമായ ഒരുക്കുകൾ ഇവിടെ നടക്കുന്നു. ജിബിൻ ജെബി കൂടെ ചേരുന്നുണ്ട്. ജിബിനും നേരത്തെ തന്നെ ഈ ഒരു ഒരുക്കങ്ങളുടെ കൂടെ സഞ്ചരിച്ച ഒരാളാണ്. അതിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ്, അത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തരത്തിൽ ആഘോഷിക്കുന്നുണ്ട്. അത് 102 സീറ്റ്, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, അത് ഈ ചർച്ചയിലേക്ക് തിരികെ വരികയാണ്. നിയമസഭാ മന്ദിരത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇനി കടക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ നമ്മൾ കണ്ടു. ശ്രീജിത്ത്, വളരെ പെട്ടെന്ന് ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു കീറാമുട്ടിയാകുമോ പെട്ടെന്ന് പറഞ്ഞാൽ? വകുപ്പുകൾ സംബന്ധിച്ച അവ്യക്തത ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ അത് വ്യക്തമാണ്. എന്നാൽ അത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. സീനിയോറിറ്റിയും അവരുടെ സൗകര്യങ്ങളൊക്കെ പരിഗണിച്ച് ഒരു ചെറിയ റീഅലോക്കേഷന് സമയം ഇനിയുമുണ്ട്. കാരണം നാളെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പ് ഈ പട്ടിക ഗവർണർക്ക് കൈമാറിയാൽ മതി. അതിനുശേഷം ഗവർണർ ഇത് അംഗീകരിച്ച് വിജ്ഞാപനം ഇറങ്ങുന്നതോടുകൂടിയാണ് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വേണമെങ്കിൽ പിന്നീടും മുഖ്യമന്ത്രിക്ക് മാറ്റം വരുത്താം. കാരണം വകുപ്പ് വിഭജനം ഈ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുമെങ്കിലും പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതൊരു വൈതരണിയല്ല. വേണമെങ്കിൽ പരിഹരിക്കാൻ മനസ്സ് വെച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ. ദീപക്, കെ മുരളീധരനെ സംബന്ധിച്ച് ആരോഗ്യവും അതോടൊപ്പം ദേവസ്വവും, ഈ 2 വകുപ്പുകൾ കെ മുരളീധരൻ കൈകാര്യം ചെയ്യുമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വന്നു. അതിന്റെ ഭാഗമായി മുരളീധരന് വലിയ അതൃപ്തിയുണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. ഗോപി, അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ കെ മുരളീധരനുമായി അതുപോലെ അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് അതിൽ കൃത്യമായ അഭിപ്രായമുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്. അദ്ദേഹം ഏതായാലും വൈദ്യുതി വകുപ്പ് മാത്രമായി അത് ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, കെ മുരളീധരനായിരുന്നു വി ഡി സതീശന് വേണ്ടി പരസ്യമായ നിലപാട് ആദ്യം മുതൽ എടുത്തത്. വളരെ വളരെ കടുത്ത നിലപാടായിരുന്നു അത്. മാത്രവുമല്ല, അത് എല്ലാവരോടും അങ്ങനെയാണ് വരേണ്ടത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത് ഹൈക്കമാൻഡിലും അദ്ദേഹം അതേപോലെ തന്നെ പറഞ്ഞു. കാരണം അതാണ് സ്വാഭാവികമായ ചോയ്സ്, വി ഡി സതീശനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഞാൻ കെ മുരളീധരനായി സംസാരിച്ച സമയത്തൊക്കെ മനസ്സിലായത് അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഈ ആരോഗ്യ വകുപ്പും അതുപോലെ ദേവസ്വം വകുപ്പും ആണ് ഉണ്ടാവുക എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പൊടുന്നനെ പുറത്തു നിന്നും വാർത്തയായി വരുന്നു വൈദ്യുതി മന്ത്രിയാണെന്ന്. അതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് എന്നുള്ളതാണ്. ദിലീപ്, ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, 63 കോൺഗ്രസിന്റെ 63 MLA-മാരും അർഹരാണ്, യോഗ്യരാണ്. അതുകൊണ്ട് യോഗ്യരായവർ വന്നതുകൊണ്ട് തന്നെ ഇവരെ പലരെയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗം അല്ലെങ്കിൽ കൂട്ടുമ്പോൾ പലരെയും ഒഴിവാക്കേണ്ടി വന്നു. അതിനെനിക്ക് ആത്മാർത്ഥമായ പ്രയാസമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ വകുപ്പ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ഒരു തലവേദന വി ഡി സതീശൻ നേരിടുന്നുണ്ടോ യഥാർത്ഥത്തിൽ? വകുപ്പ് വിഭജനത്തിലും ആ നിലയിലുള്ള ഒരു തലവേദന നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കെ മുരളീധരൻ ആ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ മന്ത്രിമാരെ ഏതായാലും നിശ്ചയിച്ചു. മന്ത്രിമാരുടെ കാര്യത്തിലാണ് ഗ്രൂപ്പുകൾ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നത്. ആ പ്രശ്നം ഏതായാലും പരിഹരിച്ചു. പക്ഷേ വകുപ്പുകളുടെ കാര്യത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പുകൾ പലരും അവരവരുടെ നിലപാടുകൾ അറിയിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള പിടിവാശി നേരത്തെ തന്നെ അവർ അത് തുടങ്ങുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരിക്കൽ 2001 എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അതിൻ്റെ ഒരു അവസാന കാലത്ത് കെ മുരളീധരൻ KPCC പ്രസിഡന്റായിരുന്നു ആദ്യം. അദ്ദേഹം പിന്നീട് വൈദ്യുതി മന്ത്രി ആയിട്ട് വന്നു, KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട്. അപ്പോൾ കടവൂർ ശിവദാസനായിരുന്നു അതിന് തൊട്ടു മുമ്പ് വൈദ്യുതി മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ആ പദവിയിൽ ആ ചുമതലയിൽ നിന്ന്, ആ വകുപ്പിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി കെ മുരളീധരൻ വരുന്നു. അന്ന് 3 മാസക്കാലം ആ ചുമതല വഹിക്കുകയും വടക്കാഞ്ചേരി കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയെന്ന് അറിയപ്പെട്ടിരുന്ന വടക്കാഞ്ചേരിയിൽ വി ബൽറാം നിരന്തരം ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ആ ഉറച്ച കോട്ടയിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടു. ഒരുപക്ഷെ അതെ AC മൊയ്തീനോട് പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നു ആ അന്നത്തെ അതെ ആ 2001 ആ സർക്കാരിൻ്റെ കാലത്ത്, ആന്റണി സർക്കാരിൻ്റെ കാലത്തെ ആ തോൽവി ഈ വൈദ്യുതി വകുപ്പുമായിട്ട് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ലഗ്നാൽ അല്ലെങ്കിൽ അതെ ഈ ജ്യോതിഷ പ്രകാരമോ മറ്റോ ആയിരിക്കാം, അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് ആ വകുപ്പിനോട് അതുകൊണ്ട് അതിന്റെ ചുമതല ഒരു സുപ്രധാന വകുപ്പാണ് വൈദ്യുതി വകുപ്പ്. രാശിയും സമയമൊക്കെ കൃത്യമായി നോക്കുന്ന ആളാ. അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പ് അദ്ദേഹത്തിന് രാശിയല്ല. ശരി, അപ്പൊ എന്നാ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവും, അറിയില്ല, അതാവാം എന്ന് കരുതാം. ശരി, ഏതായാലും നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്നുള്ള ഈ പ്രത്യേക ടെലികാസ്റ്റ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഇവിടുന്ന് അധികം അകലെയല്ല സെൻട്രൽ സ്റ്റേഡിയം. അവിടെ എല്ലാവിധ ഒരുക്കങ്ങളും നടക്കുന്നു. വി ഡി സതീശൻ സർക്കാർ നാളെ അധികാരമേൽക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് രൂപപ്പെടുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വിശിഷ്ടാതിഥികളായി ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്.
ഇതൊരു ആഘോഷമാക്കാൻ ഗംഭീരമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒരൊറ്റ കാര്യം കൂടി 24ന്റെ പ്രേക്ഷകരോട് പറയുന്നു, വലിയ കുഴപ്പങ്ങളില്ലാതെ തെറ്റുകൾ ഇല്ലാതെ ഞങ്ങൾക്ക് ഈ ദിവസത്തെ വിവരങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നാളെ സമഗ്രമായ കവറേജാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഏറ്റവും വിപുലമായ കവറേജിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും 24 പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തവണത്തെയും പോലെ പ്രേക്ഷകർ 24നൊപ്പം നിൽക്കുക. അപ്പോൾ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്നുള്ള ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്. എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.